കഴിഞ്ഞ ക്ലാസ്സില് ആൾജിബ്ര ഓഫ് ഈവൻസ് ഇത്രയും ഐഡന്റിറ്റീസ് പഠിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് അത് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ്, അഡീഷൻ തിയറം ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, if A and B are two events such that probability of A equal to 1/4, probability of B equal to 2/5, probability of A or B equal to 1/2. Find probability of A dash. So, ആദ്യത്തെ ചോദ്യം probability of A dash. ഇപ്പൊ A dash എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് നോട്ട് A ആണ്, ഓർമ്മ വരണം. Probability of A dash equal to 1 minus probability of A എന്നാണ് ഫോർമുല, which is equal to 1 minus probability of A 1/4. Simplify ചെയ്യാ, which is equal to 4 minus 1/4, which is equal to 3/4 ആണ് ആൻസർ. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് ബി ഡാഷ്. ബി ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? നോട്ട് ബി ആണ്. നോട്ട് ബി എന്ന് പറഞ്ഞാല് ബി ഡാഷ് അല്ലെങ്കിൽ ബി കോംപ്ലിമെന്റ്. സെക്കൻഡ് വൺ, പ്രോബബിലിറ്റി ഓഫ് ബി ഡാഷ് ഈക്വൽ ടു 1 minus probability of B ആണ് ഫോർമുല, which is equal to 1 minus probability of B equal to 2/5, which is equal to LC എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക, 5 minus 2/5, which is equal to 3/5. ഇനി നിങ്ങൾക്ക് LC എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 1 മൈനസ് കാൽക്കുലേറ്ററില് 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അന്നേരം 0.4 കിട്ടും. 1ൽ നിന്ന് 0.4 മൈനസ് ചെയ്യുക. സോ ആൻസർ 0.6 ആയിരിക്കും. അതേ വാല്യൂ തന്നെയാണ് 3/5 ചെയ്താലും നമുക്ക് കിട്ടുക. ഓക്കെ, LCM എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത്, കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുക. Then in the third question, probability of A and B. അപ്പൊ നോക്കൂ, A and എന്നാണെങ്കിൽ എങ്ങനെ പറഞ്ഞു? A ആൻഡിന് എഴുതുന്നത് ഇന്റർസെക്ഷൻ ആണ് ബി. അത് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണെങ്കിൽ എങ്ങനെ പറഞ്ഞു? പ്രോബബിലിറ്റി ഓഫ് എ ആൻഡിന് പകരം എന്ത് എഴുതാം? ഇന്റർസെക്ഷൻ ബി ആണെന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നോക്കൂ, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി പറഞ്ഞാല് പ്രോബബിലിറ്റി ഓഫ് എ ഓറിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ യൂണിയൻ ബി. ഇവ നാലും കൂടെ കണക്ട് ചെയ്തിട്ട് പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഇവ നാലും കൂടി കണക്ട് ചെയ്യുന്ന ഫോർമുല പഠിച്ചത് അഡിഷൻ തിയറം ആണ്. സോ അഡിഷൻ തിയറം എങ്ങനെയാ പറഞ്ഞത്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ് ഫോർമുല പറഞ്ഞത്. അപ്പൊ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. എ യൂണിയൻ ബി വാല്യൂ എത്രയാ? 1/2 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ 1/4 പ്ലസ് probability of B 2/5 minus probability of A intersection B നമുക്കറിയില്ല, കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇതിന് സോൾവ് ചെയ്യുക. 1/2 ഈക്വൽ ടു, ആദ്യം ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യണോ. ഇവിടെ ഇപ്പൊ 1/4 പ്ലസ് 2/5 LC എടുത്ത് ടീച്ചർ സിംപ്ലിഫൈ ചെയ്യണം. 5 പ്ലസ് 8/20 minus probability of A intersection B. Then 1/2 equal to 5ഉം 8ഉം കൂടെ കൂട്ടുമ്പോ എന്ത് കിട്ടും? 13/20 minus probability of A intersection B. 13/20 minus probability of A intersection B. ഇനി ചെയ്യാനുള്ളത് ഈ 13/20നെ 1/2ന്റെ കൂടെ കൊണ്ടുവന്നു. സോ 1/2 ഇത് പോസിറ്റീവ് ആണ്, ഈക്വൽ ടു ഇങ്ങേ ഭാഗത്ത് വന്നപ്പോൾ -30/20
ഈക്വൽ ടു നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെയും എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യണു. എൽ സി എടുക്കുമ്പോ എന്തായി വരും നോക്കൂ, 20 എൽ സി എം. ഇനി 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും നോക്കുക. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 മൈനസ് 13 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യാം. നെഗറ്റീവ് 3/20 ഈക്വൽ ടു നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. രണ്ട് ഭാഗത്തും നെഗറ്റീവ് ഉണ്ട്, കട്ട് ചെയ്ത് പോയി. സോ 3/20 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ, 0.5 ഈക്വൽ ടു 1/4. 1/4 0.25 പ്ലസ് 2/5. 2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.4 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി ഈ 0.5 മൈനസ് പോസിറ്റീവ് വാല്യൂ ഈക്വൽ ടു ഇങ്ങേ ഭാഗത്ത് വരുമ്പോൾ നെഗറ്റീവ് 0.25, ഇതും പോസിറ്റീവ്. ഇങ്ങേ ഭാഗത്ത് വരുമ്പോൾ നെഗറ്റീവ് 0.4 which is equal to negative probability of A intersection B. Then 0.5ൽ നിന്ന് ഇവ രണ്ടും മൈനസ് ചെയ്യുക, കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് 0.15 ഈക്വൽ ടു നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. രണ്ട് ഭാഗത്തും നെഗറ്റീവ് ഉണ്ട്, കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ നോക്കൂ, 0.15 തന്നെയാണ് 3/20 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക. സോ LCM എടുക്കാൻ അറിയില്ല പറഞ്ഞിട്ടിരിക്കേണ്ട കാര്യമില്ല, കാൽക്കുലേറ്റർ വെച്ച് ഡിവൈഡ് ചെയ്ത് പോകാം. ഓക്കെ, ഇതിൽ നാലാമത്തെ ചോദ്യം പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. അപ്പൊ എങ്ങനെ എഴുതുക നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എ, ആൻഡിന് നമ്മൾ എഴുതുന്ന നൊട്ടേഷൻ ഇന്റർസെക്ഷൻ. നോട്ട് ബി പറയുമ്പോൾ എങ്ങനെയാണ്, ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ബി ഡാഷ് എന്ന് എഴുതാം. സോ നാലാമത്തെ ചോദ്യം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട് 1/2 ആണെന്ന്, മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി 2/5. ഇവിടെയും LC എടുക്കണോ. LCM എടുക്കുമ്പോൾ 5 മൈനസ് 4 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 1/10 ആണ് ആൻസർ. ഫിഫ്ത്ത് വൺ, പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. നോട്ട് എ എന്ന് പറയുമ്പോൾ എന്താ നൊട്ടേഷൻ, എ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ്. ആൻഡിന് എഴുതുന്ന സിമ്പല് ഇന്റർസെക്ഷൻ ബി. സോ ഫിഫ്ത്ത് വൺ, probability of A dash intersection B equal to formula probability of A union B minus probability of A ആണെന്നാണ് പഠിച്ചത്. which is equal to probability of A union B 1/2 ആണ്, minus probability of A 1/4. ഇവിടെയും LC എടുക്കണോ. LCM എത്രയാണ്, 4 ആണ് LCM. 4 എഴുതിയിട്ടു. 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 2 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. സോ 1 which is equal to 2 minus 1/4 which is equal to 1/4 ആണ് ആൻസർ വരുന്നത്. ലാസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. നോട്ട് എ പറഞ്ഞാൽ എങ്ങനെ നൊട്ടേഷൻ, എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ എ ഡാഷ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. നോട്ട് ബി എങ്ങനെ എഴുതും, ബി കോംപ്ലിമെന്റ്. സോ സിക്സ്ത് വൺ, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ് അല്ലെങ്കിൽ ഹോൾ ഡാഷ് ആണ്. ഇതിനെ പഠിച്ചത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്നാണ് പഠിച്ചത്. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് എ യൂണിയൻ ബിന്റെ വാല്യൂ എത്രയാണ്, 1/2 ആണ്. 1ൽ നിന്ന് അര പോയി കഴിഞ്ഞാല് കിട്ടുന്ന ആൻസർ എത്രയാണ്,
ഹാഫ് ആണ്. ഇങ്ങനെ വേണം ഈ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ. ആൾജിബ്ര ഓഫ് ഈവൻസ് ആ നൊട്ടേഷനും പഠിക്കാതെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ ആവില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. A and B are two events such that probability of A equal to 0.42, probability of B equal to 0.48, probability of A and B equal to 0.16. Determine probability of not A, second one probability of not B, and probability of A or B. ഇതിലെ ആദ്യത്തെ ചോദ്യം probability of not A. Probability of not A equal to probability of A complement ആണ്, which is equal to 1 minus probability of A equal to 1 minus probability of A equal to 0.42, which is equal to 1 ൽ നിന്ന് 0.42 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.58. സെക്കൻഡ് വൺ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ബി, വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ ബി ഡാഷ് എന്നും എഴുതി കൊടുക്കാം, which is equal to 1 minus probability of B equal to 1 minus probability of B 0.48. 1 ൽ നിന്ന് 0.48 മൈനസ് ചെയ്യുമ്പോൾ 0.52 ആണ് ആൻസർ. Then last one, probability of A, or എന്ന് പറയുമ്പോൾ സിമ്പൽ യൂണിയൻ B. Probability of A union B in the formula addition theorem, probability of A plus probability of B minus probability of A intersection B, which is equal to probability of A 0.42 plus probability of B 0.48 minus probability of A and B എന്ന് പറഞ്ഞാല് and എന്ന് വെച്ചാല് intersection. So probability of A intersection B ആണ് 0.16. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം ഇവ തമ്മിൽ കൂട്ടി 0.42 പ്ലസ് 0.48, അതിൽ നിന്ന് 0.16 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.74 ആണ്. ഇത്രയും ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് പ്രോബബിലിറ്റീസിന്റെ വാല്യൂസ് എല്ലാം തന്നെ 0-നേക്കാളും വലുതും എന്നാൽ 1-നേക്കാളും ചെറുതുമാണ്. അതായത് നെഗറ്റീവ് വാല്യൂസ് ഒന്നും തന്നെ ഇതുവരെയുള്ള പ്രോബ്ലത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. Then next one, in a school 40% students study music and 30% students study arts. 20% students study both music and art. If a student is selected at random from the school, what is the probability that the student will be studying music or art? ചോദ്യം ഒന്നുകൂടെ. 40% സ്റ്റുഡൻസ് മ്യൂസിക് സ്റ്റഡി ചെയ്യുന്നുണ്ട്. സോ probability of studying music equal to 40%. Percentage എന്ന് വെച്ചാൽ 40/100. ഇനി അതിൽ തന്നെ പറയുന്നത് 30% സ്റ്റുഡൻസ് ആർട്സിനെ എ എന്നുള്ള ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. 30% സ്റ്റുഡൻസ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. കൂടെ പറയണു മ്യൂസിക് ആൻഡ് ആർട്സ് പഠിക്കുന്നത് 20% സ്റ്റുഡൻസ് ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് മ്യൂസിക് ആൻഡിന് യൂസ് ചെയ്യുന്ന സിമ്പൽ ഇന്റർസെക്ഷൻ ആർട്സ് ഈക്വൽ ടു 20/100. ഇനി അതിൽ ചോദ്യം, ഒരു സ്റ്റുഡന്റിനെ സെലക്ട് ചെയ്യുന്നുവെങ്കിൽ ആ സ്റ്റുഡന്റ് മ്യൂസിക്കോ ആർട്ടോ പഠിക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. സോ പ്രോബബിലിറ്റി ഓഫ് സ്റ്റഡിയിങ് മ്യൂസിക് ഓർ ആർട്ട് ഈക്വൽ ടു എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് മ്യൂസിക് ഓറിന് പകരം യൂണിയൻ ആർട്സ്, which is equal to probability of A union B. ഇങ്ങനെ എഴുതും, probability of A plus probability of B minus probability of A intersection B.
which is equal to probability of art 40 by 100 plus probability of art 30 by 100 minus probability of studying both music and art equal to 20 by 100, which is equal to 70 by 100 minus 20 by 100, which is equal to 50 by 100 ആണ് ആൻസർ. An entrance test is graded on the basis of 2 examination. 2 എക്സാമിന്റെ ബേസിലാണ് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഗ്രേഡ് ചെയ്യുന്നത്. The probability of a randomly chosen student passing the first examination is 0.8. അതായത് ഒരു കുട്ടിയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ഫസ്റ്റ് പേപ്പർ പാസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.8 ആണ്. And passing the second examination is 0.7. probability of passing സെക്കൻഡിനെ എസ് എന്നുള്ള ലെറ്ററിലും ഫസ്റ്റിനെ എഫ് എന്നുള്ള ലെറ്ററിലും സൂചിപ്പിക്കുന്നു, which is equal to 0.7. If the probability of passing at least one of the examination is 0.95. at least one-നെ നമ്മൾ എടുത്തിരിക്കുന്ന നൊട്ടേഷൻ പ്രോബബിലിറ്റി ഓഫ് എഫ് യൂണിയൻ എസ് നോക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാല് യൂണിയൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു 0.95 ആണ് തന്നിരിക്കുന്ന വാല്യൂ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡന്റ് പാസസ് ബോത്ത്? ഒരു സ്റ്റുഡന്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ഫസ്റ്റ് ടെസ്റ്റിലും സെക്കൻഡ് ടെസ്റ്റിലും പാസ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിക്കുന്നത്. ഫസ്റ്റിലും പാസ്സാവണം, സെക്കൻഡിലും പാസ്സാവണം. സോ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇന്റർസെക്ഷൻ എസ് വിച്ച് ഈസ് ഈക്വൽ ടു, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റർസെക്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവ മൂന്നും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുല നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് യൂണിയൻ സെക്കൻഡ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് minus probability of first intersection second, which is equal to probability of first 0.8 plus probability of second 0.7 minus probability of first intersection second. രണ്ടെണ്ണത്തിലും പാസ് ആവണം. സോ എഫ് യൂണിയൻ എസ് നമുക്ക് തന്നിട്ടുണ്ട് 0.95 ആണ്. ഇനി 0.95 ഈക്വൽ ടു ഇവ തമ്മിൽ കൂട്ടുമ്പോ കിട്ടുന്ന വാല്യൂ 1.5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇന്റർസെക്ഷൻ സെക്കൻഡ്. ദെൻ പോസിറ്റീവ് വാല്യൂ ഇങ്ങേ ഭാഗത്ത് ഈക്വൽ ടു ഇങ്ങേ ഭാഗത്തേക്ക് വന്നു. 0.95 മൈനസ് 1.5 ഈക്വൽ ടു നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇന്റർസെക്ഷൻ സെക്കൻഡ്. ഇനി വലുതിൽ നിന്ന് ചെറിയ വാല്യൂ മൈനസ് ചെയ്യുക, വലിയ നമ്പറിന്റെ സൈൻ ഇടുക. സോ നെഗറ്റീവ് 0.55 ഈക്വൽ ടു നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇന്റർസെക്ഷൻ സെക്കൻഡ്. ഇനി നോക്കൂ, രണ്ട് ഭാഗത്ത് നെഗറ്റീവ് ഉണ്ട്, കട്ട് ചെയ്തു. സോ ഒരു റാൻഡംലി ഒരു കുട്ടിയെ ചൂസ് ചെയ്ത് കഴിഞ്ഞാല് ഫസ്റ്റ് പേപ്പറിലും സെക്കൻഡ് പേപ്പറിലും എക്സാം ജയിക്കാനുള്ള പ്രോബബിലിറ്റി 0.55 ആണ്. In a driving test, the probability that a candidate will pass both H test and A test is 0.5. Both എന്ന് പറയുമ്പോൾ probability of H test and A test is 0.5. And എന്ന് പറയുമ്പോൾ എന്താ എഴുതുക? H ആൻഡിന് ഇന്റർസെക്ഷൻ 8 ഈക്വൽ ടു 0.5 ആൻഡ് പാസിംഗ് നൈദർ ഈസ് 0.1. അതായത് പ്രോബബിലിറ്റി ഓഫ് എച്ചും പാസ്സാവാൻ പാടില്ല, ഇന്റർസെക്ഷൻ 8 ടെസ്റ്റും പാസ്സാവാൻ പാടില്ല. അതായത് നൈദർ എന്ന് പറയുമ്പോൾ നോട്ട് എച്ച് ആൻഡ് നോട്ട് 8 അതില്ലേ മീൻ ചെയ്യണത്. എച്ച് ടെസ്റ്റും പാസ്സാവാൻ പാടില്ല, 8 ടെസ്റ്റും പാസ്സാവാൻ പാടില്ല.
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി തന്നിരിക്കുന്നത് 0.1. അടുത്ത സെന്റൻസില് ഇഫ് ദ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ എച്ച് ടെസ്റ്റ് ഈസ്, എച്ച് ടെസ്റ്റ് പാസ്സാവാനുള്ള പ്രോബബിലിറ്റി തന്നിരിക്കുന്നത് 0.75. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ എ ടെസ്റ്റ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് 8 ടെസ്റ്റ് പാസ്സാവാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് എച്ച് ഡാഷ് ഇന്റർസെക്ഷൻ 8 ഡാഷ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എച്ച് യൂണിയൻ 8 ഹോൾ ഡാഷ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എച്ച് യൂണിയൻ 8 ആണ്. ഈ വാല്യൂ തന്നിട്ടുണ്ട് 0.1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 0.1 മൈനസ് ഈ പോസിറ്റീവ് 1 ഇങ്ങേ ഭാഗത്ത് വന്നപ്പോ -1 ആയി മാറി, ഈക്വൽ ടു നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് എച്ച് യൂണിയൻ 8 ആയി മാറി. ഇനി പോയിന്റ് 1ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാല് -0.9 ഈക്വൽ ടു ആണ് നെഗറ്റീവ് പ്രോബബിലിറ്റി ഓഫ് എച്ച് യൂണിയൻ 8. ഇപ്പൊ രണ്ട് ഭാഗത്തും നെഗറ്റീവ് ഉണ്ട്, കട്ട് ചെയ്തു. 0.9 ഈക്വൽ ടു ആണ് പ്രോബബിലിറ്റി ഓഫ് എച്ച് യൂണിയൻ 8. സോ ഞാൻ ഇവിടെ എഴുതി വെക്കുന്നു പ്രോബബിലിറ്റി ഓഫ് എച്ച് യൂണിയൻ 8 ഈക്വൽ ടു 0.9. എന്നതിന് ശേഷം നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് 8 ടെസ്റ്റ് പാസ്സാവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് എച്ച് യൂണിയൻ 8 ഈക്വൽ ടു, ഫോർമുല എങ്ങനെയാ പഠിച്ചിരിക്കുന്നത് നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് എച്ച് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 8 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എച്ച് ഇന്റർസെക്ഷൻ 8. ഇതിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് 8ന്റെ വാല്യൂ കിട്ടുമോ എന്ന് നോക്കുക. പ്രോബബിലിറ്റി ഓഫ് എച്ച് യൂണിയൻ 8 എത്രയാ? 0.9 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എച്ച് 0.75 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 8 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എച്ച് ഇന്റർസെക്ഷൻ 8 0.5. 0.9 ഈക്വൽ ടു 0.75ൽ നിന്ന് 0.5 മൈനസ് ചെയ്യുക, അന്നേരം കിട്ടുന്ന വാല്യൂ 0.25 ആണ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 8. ഇനി അടുത്ത സ്റ്റെപ്പില് ഇത് പോസിറ്റീവ് ആണ്, ഈക്വൽ ടു ഇങ്ങേ ഭാഗത്ത് കൊണ്ടുവന്നു. 0.9 മൈനസ് 0.25 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 8. 0.9ൽ നിന്ന് 0.25 മൈനസ് ചെയ്യുമ്പോൾ 0.65 ആൻസർ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ആണ് പ്രോബബിലിറ്റി ഓഫ് 8. സോ ദിസ് ഈസ് ദ ആൻസർ. ഈ ആൾജിബ്രാസ് അറിഞ്ഞിരുന്നാല് സുഖമായിട്ട് പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനാവും. നിങ്ങൾ തന്നിരുന്ന ആൾജിബ്ര മുഴുവൻ പഠിച്ചിരിക്കുക. ഓക്കെ. ആക്സിയോംസ് ഓൺ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിക്ക് 3 ആക്സിയോംസ് ഉണ്ട്. ആദ്യത്തെ ആക്സിയോം പ്രോബബിലിറ്റി നോൺ നെഗറ്റീവ് ആണ്. ഏതൊരു ഈവന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ പ്രോബബിലിറ്റി 0-നേക്കാളും വലുതായിരിക്കും. അപ്പൊ 0-നേക്കാളും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം എവിടം വരെ എത്തുള്ളൂ? സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1 ആണ്. അപ്പൊ 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക. പ്രോബബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സെക്കൻഡ് ആക്സിയോം പറയുന്നത് ഇഫ് S is the sample space, പ്രോബബിലിറ്റി ഓഫ് ദ സാമ്പിൾ സ്പേസ്, സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 1 ആണ്. തേർഡ് വൺ അഡിറ്റിവിറ്റിയാണ് പറയുന്നത്, അഡിറ്റീവ് പ്രോപ്പർട്ടി. അതായത് ഏതെങ്കിലും 2 ഈവന്റ്സ് A1 A2 എന്നിങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നോ കോമൺ പോയിന്റ്സും ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 ആണ്. കോമൺ പോയിന്റ് ഉണ്ടെങ്കിൽ എന്തായി മാറും? പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ A2 ആയി മാറും. അപ്പൊ നോ കോമൺ പോയിന്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എങ്കിലാണ് പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2. ഇവ 3 ആണ് ആക്സിയോംസ്. ഇതോടുകൂടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു.
ഈ പ്രോബബിലിറ്റി ചാപ്റ്ററിൽ ഒരുപാട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഈ ഒരു ഭാഗം നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഡിഗ്രി ക്ലാസ്സസിൽ ചെല്ലുമ്പോൾ പ്രോബബിലിറ്റിയുടെ ഒരു ഭാഗം തന്നെ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട്. അതിനുള്ള ഒരു ബേസ് കൂടി ആവണം ഇവിടെ നമ്മൾ പഠിച്ചു പോകുന്നത്. If you like the video, please subscribe and press the bell icon.